ഇപ്പോൾ നിലവിൽ UPI ഓട്ടോ പേയ്മെൻറ്റ് സംവിധാനം പലരും വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അല്ലെങ്കിൽ ആപ്പിൾ മ്യൂസിക് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വെരിഫിക്കേഷൻ, അപ്പോൾ മെറ്റ വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ UPI ഓട്ടോ പേ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയർസിൻ്റെയും പേയ്മെൻറ്റിനായിട്ട് നമ്മൾ ഓട്ടോ പേ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈവൻ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP വഴി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഓട്ടോ പേയ്മെൻറ്റ് ആണ്. ഇത് നമുക്ക് ഒരു വിധത്തിൽ അനുഗ്രഹമാണ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റോ കാര്യങ്ങളോ ഒന്നും മറന്നു പോവുകയില്ല. നമ്മൾ മൺഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാലാവധി വരെ നമ്മൾ സെറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കറക്റ്റായിട്ട് ഡെബിറ്റായി പൊക്കോളും. നമുക്ക് ഡെബിറ്റ് ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ സഫീഷ്യൻറ്റ് ബാലൻസ് കീപ്പ് ചെയ്താൽ മതിയാകും. ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് പൊക്കോളും. നമ്മൾ ഡേറ്റോ മറന്നു പോകുമോ ഇല്ലെങ്കിൽ നമുക്ക് അത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടൊരു സെപ്പറേറ്റ് ടൈം കണ്ടെത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നോർമൽ കേസിൽ ഈ ഒരു UPI ഓട്ടോ പേ സംവിധാനം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ പലരും ഈ ഒരു ഓട്ടോ പേ സംവിധാനം പല പ്ലാറ്റ്ഫോമുകളുടെയും ട്രയൽ വെർഷനൊക്കെ ഉപയോഗിക്കാനായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ആമസോൺ പ്രൈം ഒരു മാസത്തേക്ക് സൗജന്യമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ സ്പോട്ടിഫൈ ഒരു മാസത്തേക്ക് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ മെറ്റയുടെ വെരിഫിക്കേഷൻ നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഓട്ടോ പേ സംവിധാനം ഉപയോഗിച്ച് മൺഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രയൽ വെർഷൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അക്കൗണ്ട് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ₹1 ഇല്ലെങ്കിൽ ₹2 പോകും. അപ്പോൾ നമുക്ക് അത് മാത്രമേ പോകൂ എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ ട്രയലും കാര്യങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കും. നമ്മൾ മൺഡേറ്റ് സെറ്റ് ചെയ്യും, ₹1 അല്ലെങ്കിൽ ₹2 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും. ആ ഒരു പീരീഡ് എൻഡ് ചെയ്ത് കഴിയുന്ന നേരത്ത് നമ്മൾ സെറ്റ് ചെയ്ത മൺഡേറ്റ് വഴി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ഒരു ഫണ്ട് ഡെബിറ്റ് ആകാനായിട്ട് തുടങ്ങും. പലരും ഈ ഒരു ഫ്രീ ട്രയൽ പീരീഡ് കഴിയുന്ന സമയത്ത് ഇത് മറന്നു പോകും. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മൺഡേറ്റ് സെറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കും അല്ലെങ്കിൽ 20 വർഷത്തേക്കായിരിക്കും. അത്രയും കാലയളവിൽ ഈ ഒരു പൈസ പോകും. പലരും സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെങ്കിൽ ഈ ഒരു പൈസ പോകുന്നത് അറിയുക കൂടിയില്ല. ഇനിയിപ്പോൾ അറിഞ്ഞിട്ടും ചില ആളുകൾക്ക് ഇതെങ്ങനെ ക്യാൻസൽ ചെയ്യണം, അതെങ്ങനെയാണെന്ന് പോലും അറിയില്ല. ഇങ്ങനെ പൈസ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പല വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് വരുന്നുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത്ര രൂപ പോയി, UPI ഓട്ടോ പേ എന്ന രീതിയിലാണ് പോയിരിക്കുന്നത്, എന്തിനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എടുത്ത് ഓട്ടോ പേ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫ്രീ സർവീസ് ആ ഒരു ട്രയൽ പീരീഡിൽ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ മറന്നു പോകും. പിന്നീട് ആ ട്രയൽ പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ പൈസ പോകാനായിട്ട് തുടങ്ങും. നമ്മൾ ഏതെങ്കിലും ഒരു സർവീസിൻ്റെ ഫ്രീ ട്രയൽ കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ചെയ്ത ശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മൺഡേറ്റ് റിവോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റിവോക്ക് ചെയ്തിട്ടേക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു റിമൈൻഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയറിയിട്ട് ആ ഒരു ഓട്ടോ പേ മൺഡേറ്റ് ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഓട്ടോ പേ മൺഡേറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു UPI ആപ്പ് ഏതാണ്? UPI ആപ്പിൽ UPI ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആക്റ്റീവായി കിടക്കുന്ന മൺഡേറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കുറേയധികം UPI പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആപ്പിലും കയറി നോക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ മാറിയാണ് ആപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏതിലാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മറന്നു പോകും. ഒന്നെങ്കിൽ ആ രീതിയിൽ ആപ്പ് ബേസ് കയറി ക്യാൻസൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് NPCയുടെ UPI ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഡെഡിക്കേറ്റഡ് പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേ ആണെങ്കിൽ നമുക്ക് അതവിടെ കാണാനും അത് നമുക്ക് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചർ, നമ്മൾ ഏത് UPI ആപ്പ് വഴി നടത്തുന്ന UPI പേയ്മെൻറ്റ് ആണെങ്കിലും അത് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനും സാധിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല UPI ആപ്പിലും UPI ഓട്ടോ പേ സംവിധാനം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ആദ്യം ഗൂഗിൾ പേ തന്നെ നോക്കാം. ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നമുക്ക് താഴെയായിട്ട് ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോ പേസ് നമുക്ക് അവിടെ കാണാം. UPI ഓട്ടോ പേ കാണാം. അതിനകത്ത് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള ഓട്ടോ പേ ഏതാണ്, പെൻഡിങ് ആയിട്ടുള്ള ഏതാണ്, കംപ്ലീറ്റഡ് ആയിട്ടുള്ള UPI ഓട്ടോ പേ ഏതാണെന്നൊക്കെ കാണാം. ഇപ്പോൾ നിലവിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഞാൻ ക്യാൻസൽ ചെയ്ത 2 ഓട്ടോ പേ ആണ് ഇവിടെ കാണുന്നത്. ഒന്ന് സ്പോട്ടിഫൈ, മറ്റൊന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലാണ് ക്യാഷ് ഫ്രീ എന്നുള്ള ഒരു UPI ഓട്ടോ പേ റിക്വസ്റ്റ് ആയിരുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും. ₹199 ഓട്ടോ പേ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ് ടു ₹199 വരെ ഡെബിറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റാർട്ട് ഡേറ്റ് 2026 ഫെബ്രുവരി 19. അതുപോലെ തന്നെ എൻഡ് ഡേറ്റും ഉണ്ടാകും 2036. 10 വർഷമാണ് അതിൻ്റെ ഈ ഒരു മൺഡേറ്റിൻ്റെ കാലാവധി വരുന്നത്. സോ നമ്മൾ ഈ ഒരു മൺഡേറ്റ് എനേബിൾഡ് ആക്റ്റീവ് ആണെങ്കിൽ 10 വർഷവും അപ് ടു ₹199 വരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റായി കൊടുക്കാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് ഞാനിപ്പോൾ നിലവിൽ ക്യാൻസൽ ചെയ്ത മൺഡേറ്റ്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു മൺഡേറ്റ് സെറ്റ് ചെയ്തു, അത് അപ്രൂവ് ആകാനാണ് ഉള്ളതെങ്കിൽ പെൻഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും അത് വന്ന് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് UPI പിൻ അടിച്ചുകൊണ്ട് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ആക്റ്റീവായിട്ടുള്ള മൺഡേറ്റ് നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേയിലാണെങ്കിൽ ലൈവ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഇതൊരു SIP ആണ്. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ് ടു ₹15,000 വരെ
ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഇതിപ്പോൾ 20 വർഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു മണ്ടേറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു മണ്ടേറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്കിപ്പോൾ പോസ് ചെയ്യണം, താൽക്കാലികമായിട്ട് പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോസ് ഓട്ടോ പേ എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ഓട്ടോ പേ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോ പേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഫോൺ പേയിലാണെങ്കിൽ ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ട്, പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സെറ്റിംഗ്സ്, അതിൻ്റെ അകത്ത് ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ, നേരത്തെ ഞാൻ ഗൂഗിൾ പേയിൽ കാണിച്ച പോലെ മാനേജ് ചെയ്യാനും സാധിക്കുക. ഭീം ആപ്പിൽ ഇത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് IPO അല്ലെങ്കിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹോം പേജിൽ തന്നെ. അതാണ് ഈ ഒരു ഓട്ടോ പേ മാനേജ്മെൻറ്റ് സെക്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോ പേ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ഓട്ടോ പേസ് ഇവിടെ കാണാം. നിങ്ങളിപ്പോൾ ഓട്ടോ പേ റിക്വസ്റ്റ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ പെൻഡിങ് എന്ന് പറഞ്ഞ ലിസ്റ്റിലായിരിക്കും വന്ന് കിടക്കുന്നത്. നമ്മൾ UPI പിൻ അടിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്റ്റീവ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് ഇപ്പോൾ നിലവിൽ ഉള്ള മണ്ടേറ്റുകൾ കാണാനായിട്ട് സാധിക്കും. UPI ഓട്ടോ പേ, ഓരോ UPI ഓട്ടോ പേ മണ്ടേറ്റിലും എത്ര പേയ്മെൻറ്റ് പോയിട്ടുണ്ട്, അത് കംപ്ലീറ്റഡ് സൈക്കിൾ എന്ന് പറഞ്ഞ് കാണാം. ഇപ്പോൾ 13 തവണ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ആ ഒരു കമ്പനി ആപ്പിൾ മീഡിയ ആണ്. മോർ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻ വരും. സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടാകും, എൻഡ് ഡേറ്റ് ഉണ്ടാകും, എമൗണ്ട് ഉണ്ടാകും. എമൗണ്ട് ഇപ്പോൾ അപ് ടു 639 രൂപ വരെ ഡെബിറ്റ് ചെയ്യാനുള്ള പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതാണ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും കാണാം. ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെയായിട്ട് ഇത് റിവോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റിവോക്ക് ബട്ടനാണ് ഈ ഒരു ഭീം ആപ്പിൽ ഈ ഒരു മണ്ടേറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ. ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. താൽക്കാലികമായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടെ ടോപ്പിലായിട്ട് നമുക്കൊരു ഹിസ്റ്ററി ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു UPI ഓട്ടോ പേ മണ്ടേറ്റുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്ന എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണുവാനും സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോ പേ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും പൈസ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഇതേപോലെ തന്നെയാണ് ഏത് UPI പേയ്മെൻറ്റ് ആപ്പാണെങ്കിലും അതിനകത്ത് ഓട്ടോ പേ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാകും. അതിനകത്ത് കയറിയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ഓട്ടോ പേ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പോസ് ചെയ്യാം, അല്ലെങ്കിൽ റിവോക്ക് അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇനി UPI ഹെൽപ്പ് എന്ന് പറഞ്ഞ NPCയുടെ പോർട്ടൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് NPCയുടെ UPI ഹെൽപ്പ് എന്ന് പറഞ്ഞ പുതിയ പോർട്ടൽ. ഇതിനകത്ത് നമുക്ക് നമ്മുടെ മാൻഡേറ്റ് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. ജസ്റ്റ് നമ്മളുടെ UPI ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ട്. നമ്മൾ ഫോൺ പേ ആണെങ്കിലും ഗൂഗിൾ പേ ആണെങ്കിലും ഭീമ ആണെങ്കിലും ഏത് UPI ആപ്പ് ആണെങ്കിലും നമ്മൾ സെയിം മൊബൈൽ നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ആപ്പ് ഉപയോഗിച്ച് UPI ഓട്ടോ പേ സെറ്റ് ചെയ്താലും നമുക്ക് ഇത് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങളുടെ ആ ഒരു UPI സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഈ ഒരു സെക്യൂരിറ്റി വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് UPI ഓട്ടോ പേ എന്ന് പറഞ്ഞൊരു കാറ്റഗറി കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. വിൻഡോ വരുമ്പോൾ ഇതിനകത്ത് കാണാം ഞാൻ നേരത്തെ എൻ്റെ പല UPI ആപ്പിലും ആയിട്ട് കാണിച്ച UPI ഓട്ടോ പേയ്മെൻറ്റിൻ്റെ മണ്ടേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഞാൻ നേരത്തെ കാണിക്കാത്തൊരു മണ്ടേറ്റ് കൂടി കാണാം. ഇത് ഞാൻ ഏതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വരെ എൻ്റെ അറിയാൻ സാധിക്കും. ഇത് കിവി ആപ്പിലാണ് ഞാൻ ഈ ഒരു മണ്ടേറ്റ് സെറ്റ് ആയിരിക്കുന്നത്. ലിങ്ക് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉള്ളൂ. യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് വരെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അതിനകത്താണ് ഇത് ഈ ഒരു മണ്ടേറ്റ് സെറ്റായി കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഏതെങ്കിലും ഒരു UPI ആപ്പ് നമ്മൾ മിസ്സായി പോയാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് മണ്ടേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതായിരിക്കാം. പക്ഷേ അതുവരെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു ഡാറ്റ റീഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമ്മൾ മണ്ടേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന UPI ഓട്ടോ പേ സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണ്. ഇതിപ്പോൾ ആപ്പിൾ മീഡിയ സർവീസസ് ആണ്. ആപ്പിളിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് എത്രയാണ്? 639 രൂപ. ഏത് UPI ആപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ഭീം ആപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഭീം ആപ്പ് ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ പോകുന്ന രീതിയിലാണ് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എപ്പോൾ വരെയാണ് നമ്മൾ എനബിൾ ചെയ്തിരിക്കുന്നത്? 2035 വരെ എനബിൾ ചെയ്തിട്ടുണ്ട്. 13 തവണ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. 13 തവണ എക്സിക്യൂട്ട് ആയിട്ട് എത്ര രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ അറിയാം. വേണമെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ഓട്ടോ പേ പോസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. രണ്ടാമത്തേതും ആപ്പിൾ മീഡിയ സർവീസസ് ആണ്. 119 രൂപ ഭീം ആപ്പ് വഴിയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഒരു തവണ എക്സിക്യൂട്ട് ആയി 5 രൂപ ഡെബിറ്റ് ആയി നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി പോകുന്ന എമൗണ്ട് ആണ്. ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഒരു ഡേറ്റ് വരെ ഒരു ഓട്ടോ പേ പോസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള റിക്വസ്റ്റ് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. നമ്മൾ ചെയ്യേണ്ടത് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയുടെ ഒരു QR കോഡ് വന്നിട്ടുണ്ടാകും. ഒരു QR കോഡ് താഴെ വന്നിട്ടുണ്ടാകും. QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മൾ ഏത് UPI ആപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി അറിയാം. സോ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്യുക. അങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി ക്യാൻസൽ ചെയ്യണമെന്ന് നമുക്ക് ക്യാൻസൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് പോവുക. അതും സെയിം തന്നെയാണ്. ആ ഒരു UPI ആപ്പ് ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും.
വരും. ആ UPI ആപ്പ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ UPI പിൻ എൻ്റർ ചെയ്യാനായിട്ട് പറയും. UPI പിൻ എൻ്റർ ചെയ്യുക. അങ്ങനെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഞാൻ ഭീം ആപ്പ് ഓപ്പൺ ചെയ്തു, അത് ക്യാൻസൽ ചെയ്തു. ഇനി ഇത് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ അത് പോയതായിട്ട് കാണാനായിട്ട് സാധിക്കും. 639 രൂപയുടെ 2 മണ്ടേറ്റ് മാത്രമാണുള്ളത്. 119 രൂപയുടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ എൻ്റെ UPI ആപ്പ് ഓപ്പൺ ചെയ്ത് ഞാനത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിവിടെ നിന്ന് ലൈവായിട്ട് തന്നെ അപ്പോൾ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേ എവിടേക്കാണെന്ന് അറിയാം. അത് പോസ് ചെയ്യാം, അത് മാനേജ് ചെയ്യാം. ഇതിപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. 27 തവണ എക്സിക്യൂട്ടായി 1,72,000 രൂപ ഡെബിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർട്ടലിലുള്ള മറ്റൊരു ഓപ്ഷൻ UPI നമ്പറാണ്. UPI നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ UPI നമ്പറായിട്ട് ഏത് UPI ആപ്പിലാണോ മാപ്പായി കിടക്കുന്നത് ആ ഒരു ആപ്പിലേക്കായിരിക്കും നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ആരെങ്കിലും പൈസ അയച്ചാൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ലൈസിൻ്റെ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളുടെ UPI നമ്പർ അതിനകത്തേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി ആരെങ്കിലും നിങ്ങൾക്ക് പൈസ അയച്ചാലും ഫോൺ പേ വഴി പൈസ അയച്ചാലും ഏത് ആപ്പ് ഉപയോഗിച്ച് പൈസ അയച്ചാലും UPI നിങ്ങൾ ആ ഒരു മൊബൈൽ നമ്പർ സെലക്ട് ചെയ്താണ് പൈസ അയക്കുന്നതെങ്കിൽ സ്ലൈസിലേക്കായിരിക്കും വരുന്നത്. കാരണം സ്ലൈസിലാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ UPI നമ്പറായിട്ട് മാപ്പായി കിടക്കുന്നത്. സോ ഏത് ആപ്പിലാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആ UPI നമ്പർ മാപ്പായി കിടക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ ഒരു സെക്ഷൻ ഉപയോഗിക്കുക. UPI നമ്പർ എന്ന് പറഞ്ഞ സെക്ഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ നിലവിൽ ഇത് ആക്റ്റീവായി കിടക്കുന്നത് എൻ്റെ കേസിൽ ഗൂഗിൾ പേ ആപ്പിലാണ്. ലിങ്കായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ട് HDFC ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ്. സോ നമുക്കത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏത് UPI ആപ്പ് വഴി നടത്തിയ ട്രാൻസാക്ഷൻ ആണെങ്കിലും അത് അറിയാനായിട്ട് UPI ട്രാൻസാക്ഷൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ ആണോ വേണ്ടത് അതിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയാൻ നേരത്ത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടത്തിയിരിക്കുന്ന UPI വഴി നടത്തിയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും കാണാം. ഡെബിറ്റ് ട്രാൻസാക്ഷനും കാണാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷനും കാണാം. ഡെബിറ്റ് ആണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് കളറിലായിരിക്കും, ക്രെഡിറ്റ് ആണെങ്കിൽ ഇങ്ങനെ പ്ലസ് എന്ന് പറഞ്ഞ് ഗ്രീൻ കളറിലായിരിക്കും. അത് ആരാണ് അയച്ചത്, ഏത് ആപ്പിലേക്കാണ് വന്നത്, ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത ആപ്പാണെങ്കിൽ ഏത് ആപ്പ് ഉപയോഗിച്ചാണ് പേയ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ബില്ല് അടച്ചതാണ്, അപ്പോൾ അത് ഞാൻ ഭീം ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ ഭീം ആപ്പിൻ്റെ ഐക്കൺ കാണാം. ഇത് ഗൂഗിൾ പേയിലേക്കാണ് എനിക്കൊരു ഫണ്ട് ഇങ്ങോട്ട് വന്നത്, അത് ആരയച്ചു അതൊക്കെ ഇവിടെ കാണാം. ഗൂഗിൾ പേയിലേക്ക് വന്ന പൈസ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി